Good afternoon. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ അവിടെ വരെയായിരുന്നു പറഞ്ഞു നിർത്തിയത് പെർസ്പെക്റ്റീവ് ഓഫ് ക്വാളിറ്റി അല്ലെ? സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നു നമ്മള്? അതിനകത്ത് നമ്മൾ പറഞ്ഞു ദ പേഷ്യന്റ്, ക്ലയന്റ്, ദ ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡർ, ദ ഹെൽത്ത് കെയർ മാനേജർ, ഇവർക്ക് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള ഒരു പങ്ക്. ഇവരെല്ലാവരും ഇത് പറഞ്ഞേക്കണ ഹെൽത്ത് സ്റ്റാഫ്, ഹെൽത്ത് മാനേജർ, ക്ലയന്റ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ആർ ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ സർവീസ് ഡെലിവറി. ഒരു സേവന വിതരണത്തിന് ഇവരെല്ലാവരും പങ്കാളികളാണ്. അപ്പൊ പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലയന്റ്, ഹെൽത്ത് പ്രൊവൈഡർ, ഹെൽത്ത് കെയർ മാനേജറിന് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഒരു പങ്കുണ്ട് അല്ലെ? അതിന് പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലയന്റ്, അത് നമ്മൾ ഫസ്റ്റത്തെ പോയിന്റ് പറഞ്ഞല്ലായിരുന്നോ? ഫസ്റ്റ് പോയിന്റ് പറഞ്ഞല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? ഫസ്റ്റ് പോയിന്റ് പറഞ്ഞില്ലേ? യെസ്. ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ദ ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡർ. The health staff provider can provide quality care if he or she has sufficient knowledge and skills, adequate resource staff, drugs, supplies, equipment, and transport, etc. Safe and clean workplace, opportunity to frequently improve himself or herself, is well paid at reward for good work. For health staff provider quality maintain ചെയ്യുന്നതിൽ എന്താണ് പങ്ക്? The health staff provider can provide quality care. ഒരു നല്ലൊരു quality care പ്രൊവൈഡ് ചെയ്യാൻ ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡറിന് കഴിയും. ബാക്കി തന്നെ അറിയാം, ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് കഴിയും. അദ്ദേഹത്തിന് എന്ത് വേണം? he or she has sufficient knowledge and skills. അതിനുള്ള അറിവും കഴിവുകളും വേണം അല്ലെ? adequate resource, അതിന് മതിയായിട്ടുള്ള റിസോഴ്സ് വേണം. നല്ല കെയർ കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള സ്റ്റാഫുകൾ വേണം അല്ലെ? അതിനനുസരിച്ചുള്ള റിസോഴ്സ് സ്റ്റാഫുകൾ വേണം. adequate resource സ്റ്റാഫ്, ഡ്രഗ്സ്, മരുന്നുകൾ വേണം, സപ്ലൈകൾ വേണം, എക്യുപ്മെന്റ്സുകൾ, ട്രാൻസ്പോർട്ട്, എക്സെട്ര. ആൻഡ് ക്ലീൻ വർക്ക് പ്ലേസ്, അതിന് ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം വേണം, ഒരു വർക്ക് പ്ലേസ് വേണം. ഓപ്പർച്യൂണിറ്റി ടു ഫ്രീക്വന്റ്ലി ഇംപ്രൂവ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ്, അവർക്ക് സ്വയം മെച്ചപ്പെടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം കൊടുക്കണം സ്റ്റാഫുകൾക്ക്. is well paid and reward for good work. നല്ല വർക്കിന് എന്ത് ചെയ്യണം? നല്ല റിവാർഡുകളും കൊടുക്കണം. ആ ഒരു ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡറിന് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, ഇത് ക്വാളിറ്റി നിലനിർത്താൻ പറ്റും. എങ്ങനെയാ? നല്ല വർക്കുകൾ, നല്ല ഇതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ചെറിയ ചെറിയ റിവാർഡുകൾ കൊടുക്കുക. അപ്പൊ അവരെന്ത് ചെയ്യാം? സ്റ്റാഫുകൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകും അല്ലെ? നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തു പോകും. ഇനി എന്തെങ്കിലും അപാകതകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സ്വയം മെച്ചപ്പെടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാം, ക്ലീൻ വർക്ക് പ്ലേസ് കൊടുക്കാം, അതിനുള്ള റിസോഴ്സുകൾ, ആവശ്യത്തിനുള്ള സ്റ്റാഫുകൾ, ഡ്രഗ്സ്, സപ്ലൈ, എക്യുപ്മെന്റ്സ്, ട്രാൻസ്പോർട്ട്, ഇതെല്ലാം ഫെസിലിറ്റിയും ഇതെല്ലാം കൊടുത്തിട്ട് എന്ത് ചെയ്യാം? അവർക്ക് നല്ലൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം. ഇനി ദ ഹെൽത്ത് കെയർ മാനേജർ. ഹെൽത്ത് കെയർ മാനേജറിന് എങ്ങനെയാ? The health care manager consider quality care as managing efficiently the resource of health facility, health staff attaining set target, health staff being frequently supported and supervised, having ample and competent staff to provide care, staff being disciplined, providing necessary resource for work. ഇനി ഹെൽത്ത് കെയർ മാനേജറിന്റെ കാര്യം നോക്കിയേ. ഹെൽത്ത് കെയർ മാനേജറിന് ഒരു ഗുണമേന്മയുള്ള ഒരു നല്ലൊരു ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റും. ദ ഹെൽത്ത് കെയർ മാനേജർ കൺസിഡേഴ്സ് ക്വാളിറ്റി കെയർ, ഒരു ഗുണമേന്മയുള്ള ഒരു പരിചരണം താഴെ പറയുന്ന കാര്യങ്ങളാണ്. നോക്കി എന്തൊക്കെയാ വരുന്നതെന്ന്. ദ ഹെൽത്ത് സ്റ്റാഫ് അറ്റൈനിങ് resource of managing efficiency the resource of health facility. ഒരു ഹെൽത്ത് ഫെസിലിറ്റിയിലെ വിഭവങ്ങൾ കാര്യക്ഷമമായി കൈകാര്യം ചെയ്തുകൊണ്ട് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം. മാനേജിങ് എഫിഷ്യന്റ്ലി
the resource of the health facility. ഒരു ഹെൽത്ത് ഫെസിലിറ്റിയിലെ സൗകര്യ വിഭവങ്ങൾ കാര്യക്ഷമമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം. ഹെൽത്ത് സ്റ്റാഫ് അറ്റൈനിങ് സെറ്റ് ടാർഗറ്റ്. ഇനി ഹെൽത്ത് സ്റ്റാഫിന് നിശ്ചിത ലക്ഷ്യങ്ങൾ കൈവരിക്കാം. The health staff being frequently supported and supervised. Health staffine support ചെയ്യുകയും അതിന് അവർക്കുള്ള മേൽനോട്ടം നൽകുകയും ചെയ്യാം. അവരെ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അവരെ സൂപ്പർവൈസ് ചെയ്തും ഒക്കെ എന്ത് ചെയ്യാം, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഹാവിങ് ആംബിൾ അനുഭവിച്ച മതിയായിട്ട് ആൻഡ് കോമ്പിറ്റന്റ് സ്റ്റാഫ് ടു പ്രൊവൈഡ് കെയർ. ഒരു നല്ലൊരു കെയർ കൊടുക്കാൻ അതിന് ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകളും കഴിവുള്ള ജീവനക്കാരെയൊക്കെ നിയമിക്കാം. ആൻഡ് ദെൻ സ്റ്റാഫ് ബീയിങ് ഡിസിപ്ലിൻഡ്, അവരെ അച്ചടക്കത്തോട് കൂടി പ്രൊവൈഡിങ് നെസസറി റിസോഴ്സ് ഫോർ വർക്ക്, ജോലിക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങള് പ്രൊവൈഡ് ചെയ്യുന്നു. പ്രൊവൈഡിങ് നെസസറി റിസോഴ്സ് ഫോർ വർക്ക്. ഈ ഒരു രീതിയിലൂടെയൊക്കെ ഈ ഹെൽത്ത് കെയർ മാനേജറിന് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇതിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യന് ഇപ്പൊ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ആർക്കൊക്കെ അവിടെ പങ്കുണ്ട്, ഹോസ്പിറ്റലിൽ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതിൽ ആർക്കൊക്കെ റോൾ ഉണ്ടെന്ന് ചോദിക്കാം. ഇതിന്റെ പാരഗ്രാഫ് ഒന്നും അങ്ങനെ ചോദിക്കാറില്ല, ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ അതിന് നമ്മൾ 3 എണ്ണം നോക്കി വെക്കുക. പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലയന്റിന് ഒരു റോൾ ഉണ്ട്, ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡറിന് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഒരു പങ്കുണ്ട്, ഹെൽത്ത് കെയർ മാനേജറിന് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് പങ്കുണ്ട്. അത് 3ഉം ആ പേരുകൾ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് ഇമ്പോർട്ടന്റ് ആണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. അക്രഡിറ്റേഷൻ കേട്ടിട്ടുണ്ടോ? അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായി അംഗീകാരം നൽകുന്ന ഒരു പ്രവൃത്തിയാണ്. ഇപ്പൊ നമ്മൾ എടുക്കുന്ന ക്വാളിറ്റി മാനേജ്മെന്റ് ആണ്. അപ്പൊ ഹോസ്പിറ്റലിലെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് പല നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും പല ഓർഗനൈസേഷനുകൾ എന്ത് ചെയ്യുന്നു, ഹോസ്പിറ്റലിന് ഒരു ബഹുമതി, ഒരു അംഗീകാരം കൊടുക്കുകയാണ്, ഒരു അക്രഡിറ്റേഷൻ കൊടുക്കുകയാണ്. ഇതൊക്കെ എന്തിനു വേണ്ടിയാ? നമ്മള് പേഷ്യന്റ് നല്ല ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യുന്നതിനും പേഷ്യൻസിന്റെ സേഫ്റ്റിക്കൊക്കെ വേണ്ടിയിട്ട് എന്താ, ഹോസ്പിറ്റലിൽ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അവര് ഓരോ ഓർഗനൈസേഷനും അവരുടേതായിട്ടുള്ള കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഉണ്ട്, ഓരോ മാനദണ്ഡങ്ങളുണ്ട്. അത് വെച്ചിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, അവരുടേതായ അക്രഡിറ്റേഷൻ കൊടുക്കുകയാണ്. അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞ എന്താണ്? ഒരു ഔദ്യോഗികമായി അംഗീകാരം കൊടുക്കുന്ന പ്രവൃത്തി, അതാണ് അക്രഡിറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഒരു സെന്റൻസ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേരെ കേട്ടോ. ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചോദിച്ചപ്പോ കൺഫ്യൂസ്ഡ് ആവരുത് നിങ്ങൾ. എന്താണ്, ഇത്രയും ഓർത്ത് വെക്കുക. അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് കൊടുക്കുന്ന ഒരു അംഗീകാരം കൊടുക്കുന്ന ആ പ്രവൃത്തി, അതാണ് അക്രഡിറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നോക്കി ഒരു സെന്റൻസ് അവിടെ നിന്ന് നിങ്ങൾ ആ സ്പേസ് ഉണ്ടല്ലോ, അവിടെ ഒരു ഒറ്റ സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേരെ. അക്രഡിറ്റേഷൻ is the act of ACT is the act of granting credit, granting granting credit, granting credit or recognition, recognition, to an educational institution, that maintains suitable standards, STANDARDS, suitable standards. എന്താ പറഞ്ഞേക്കണേ? ഒരു accreditation is the act of granting credit or recognition to an educational എന്ന് മാത്രം നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഇവിടെ ഹോസ്പിറ്റലിലാണെങ്കിലും അത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് മതി കേട്ടോ. ആ ഒരു എഡ്യൂക്കേഷണൽ എന്നുള്ളത് വേണ്ട, എഡ്യൂക്കേഷൻ മാത്രം ആക്കണ്ട.
അവിടെ നമ്മൾ എല്ലാം ഇത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് മതി അവിടെ. ഇപ്പൊ ഹോസ്പിറ്റൽ ആവാം, എഡ്യൂക്കേഷൻ ഇതാവാം, ഏതോ ആയിക്കോട്ടെ. To an institution, അങ്ങനെ മതി കേട്ടോ. ഒന്ന് കറക്റ്റ് ചെയ്തേരെ. is the act of granting credit or recognition to an institution that maintains suitable standard. എന്താ പറഞ്ഞേക്കുന്ന അവിടെ? ഒരു അനുയോജ്യമായിട്ടുള്ള ഒരു നിലവാരം പുലർത്തുന്നതിന് ഒരു സ്ഥാപനത്തിന് കൊടുക്കുന്ന എന്താണ് അവരുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് സ്ഥാപനത്തിന് കൊടുക്കുന്ന ഒരു ക്രെഡിറ്റ് അല്ലെങ്കിൽ ഒരു അംഗീകാരം. അതാണ് അംഗീകാരം കൊടുക്കുന്ന പ്രവൃത്തി. അതാണ് അക്രഡിറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഔദ്യോഗികമായി അംഗീകാരം നൽകുക, അതാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? is the act of granting credit or recognition to an institution that maintains suitable standard. ഹോസ്പിറ്റലിലാണെങ്കിൽ അവർക്ക് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് എല്ലാ മാനദണ്ഡങ്ങളും ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുന്നവർക്ക് ഓരോ ഓർഗനൈസേഷനുകളും അതിനങ്ങനെ നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും അക്രഡിറ്റേഷൻ കൊടുക്കുന്ന പല ഓർഗനൈസേഷനും ഉണ്ട്. JCI ഉണ്ട്, NAB ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. ഇങ്ങനെ ഓരോ ഓർഗനൈസേഷനും ഔദ്യോഗികമായി അംഗീകാരം കൊടുക്കുന്ന പ്രവൃത്തി, അതാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇവിടെ 2-3 പോയിന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. പഠിച്ചു. ഓക്കെ, ഇനി ഇവിടെ നമ്മള് NAB പഠിച്ചു. ഓക്കെ, NAB പഠിച്ചിട്ടുണ്ട്. അശ്വതിമാം എടുത്തല്ലേ? ഓക്കെ, അതിന് കുറച്ച് സെക്ഷൻ NABിന്റെ ഇതിനകത്തും വരുന്നുണ്ട് കേട്ടോ. NAB കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ നിങ്ങളിപ്പോ പഠിച്ചതില് ഏതാണ്? അതിനകത്ത് അത്ര ഡീറ്റെയിൽ വരുന്നില്ല. ഇതിനകത്ത് NABിന്റെ കുറച്ച് ഡീറ്റെയിൽ നമ്മൾ വരുന്നുണ്ട്. ഇൻഡിക്കേറ്റർ, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ നിങ്ങൾ പഠിച്ച ഒരു 32 എണ്ണം പഠിച്ചിട്ടുണ്ടോ? ഇത് അത്ര എത്തിയോ? യെസ്, അതിന്റെ ഡീറ്റെയിൽ നമ്മുടെ ഇതിനകത്ത് ഉണ്ട് കേട്ടോ. അപ്പൊ എളുപ്പമായിരിക്കും അല്ലെ പഠിക്കാനായിട്ട്. അപ്പൊ ആ ഒരു 32 എണ്ണത്തിന്റെ കുറച്ചും കൂടി ഒരു എക്സ്പാൻഡഡ് ആയിട്ടുള്ളതും പിന്നെ അത് കാണാനുള്ള ഇക്വേഷൻസും ആണ് നമുക്ക് ഇതിന്റെ ലാസ്റ്റ്, ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് സെക്ഷനിൽ വരുന്നുണ്ട്. അത് അപ്പൊ ആ ഒരു സെക്ഷനിൽ നമുക്ക് ഇക്വേഷൻസ് ആണ് എക്സാമിന് ചോദിക്കാറ് കേട്ടോ. അത് ഞാൻ 32 എണ്ണം ഉണ്ട്, 32 എണ്ണം പഠിക്കണ്ട. അതിന്റെ ഇമ്പോർട്ടന്റ് മാത്രം ഞാൻ നോട്ട് ചെയ്ത് തരാം, അത് മാത്രം പഠിച്ചാൽ മതി നിങ്ങൾ. ബാക്കി ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. റിപ്പീറ്റഡ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. ഫോർമുലാസ് അത് അന്നേരം പറയാം. ഇവിടെ നമ്മൾ ഇപ്പൊ എന്താ പറഞ്ഞത്? അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിനാണ് നമ്മൾ ഒരു അംഗീകാരം കൊടുക്കുന്നതിനാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഈസ് എ പ്രോസസ് ഇൻ വിച്ച് ആൻ എൻറ്റിറ്റി സ്ഥാപനം separate and distinct from the healthcare organization, normally non-governmental. ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ വേറിട്ട് നിൽക്കുന്നതും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥാപനം. ഇത് നോർമലി നോൺ ഗവൺമെന്റൽ ഒരു അംഗീകാരം കൊടുക്കുകയാണ്. കാരണം അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ്, അംഗീകാരം കൊടുക്കുന്ന പ്രവൃത്തി. Assess the healthcare organization to decide if it meets a set of needs or standards planned to improve the safety and quality of care. അപ്പൊ ഒരു നമ്മള് meet the set of needs planned to improve the safety and the quality of care. ഒരു സേഫ്റ്റിയും ഇംപ്രൂവ് ദ സേഫ്റ്റി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന പരിചരണം ഇംപ്രൂവ് ചെയ്യുന്നതിന്, ക്വാളിറ്റി ഓഫ് കെയർ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സേഫ്റ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്ലാൻ ചെയ്തിട്ടുള്ള, ഒരു ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ആവശ്യങ്ങൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് പാലിക്കുന്നുണ്ടോ എന്ന് തീരുമാനിക്കാൻ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനെ വിലയിരുത്തുന്നു. അപ്പൊ അതായത് ഇപ്പൊ നമ്മൾ അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ, ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ സ്റ്റാൻഡേർഡ്സുകൾ അവർ ഫോളോ ചെയ്യണം അല്ലെ? എല്ലാവരും നീറ്റ് ആയിട്ട് എല്ലാ അവര് പറയുന്ന മാനദണ്ഡങ്ങളെല്ലാം ഫുള്ളി ഇത് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് അവിടെ ഒരു അക്രഡിറ്റേഷൻ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ ഹോസ്പിറ്റലിൽ തന്നെ എന്താണ് സുരക്ഷ, പേഷ്യൻസിന്റെ സേഫ്റ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കൊടുക്കുന്ന ക്വാളിറ്റി ഓഫ് കെയർ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനു വേണ്ടി ആസൂത്രണം ചെയ്തിട്ടുള്ള ആവശ്യങ്ങൾ, ഒരു കൂട്ടം ആവശ്യങ്ങൾ പാലിക്കുന്നുണ്ടോ, അവരത് മീറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ പാലിക്കുന്നുണ്ടോ എന്ന് തീരുമാനിക്കാൻ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനെ വിലയിരുത്തുന്നു. അടുത്ത് നോക്കിയ അക്രഡിറ്റേഷൻ ഈസ് യൂഷ്വലി വോളണ്ടറി. അണ്ടർലൈൻ ചെയ്തിട്ട്
അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് വോളണ്ടറി ആണ്. വോളണ്ടറി എന്ന് പറഞ്ഞാൽ എന്താ? സ്വമേധയ ഉള്ളതാണ്. അതായത് ഇത് കറക്റ്റ് ആയിട്ടുള്ള മാനദണ്ഡങ്ങൾ നോക്കിയിട്ടാണ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. അല്ലാതെ റെക്കമെൻഡേഷനിൽ ഒരു കിട്ടുമോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പൈസ കൊടുത്താലൊന്നും കിട്ടേണ്ട ഒരു കാര്യമല്ല ഇത്. അതിനെങ്ങനെയാ? അതാ പറയുന്നത്, ആർക്കുടെയും പ്രേരണ ഒന്നും ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ ഒന്നും ഇല്ലാതെ തന്നെ അത് കുറച്ച് മാനദണ്ഡങ്ങൾ അത് പാലിക്കുന്നുണ്ട് എന്ന് ആ ഒരു ഓർഗനൈസേഷനും അത് അവരുടെ ഹോസ്പിറ്റലിനെ അതിന്റെ ക്വാളിറ്റിനെ വിലയിരുത്തിയതിനു ശേഷം കൊടുക്കുന്ന ഒരു അംഗീകാരമാണ്. അതുകൊണ്ടാണ് അത് വോളണ്ടറി എന്ന് പറയുന്നത്. കണ്ടോ? കറക്റ്റ് ആയിട്ടുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആരുടെയും പ്രേരണ ഒന്നും ഇല്ലാതെ തന്നെ എന്ത് ചെയ്യുന്നു? അക്രഡിറ്റേഷൻ നൽകുന്നതിനെയാണ്. കറക്റ്റ് ആയിട്ടുള്ള മാനദണ്ഡങ്ങളൊക്കെ നോക്കി ആരുടെയും പ്രേരണ കൂടാതെ തന്നെ അക്രഡിറ്റേഷൻ നൽകുന്നു. അതാണ് വോളണ്ടറി എന്ന് പറയുന്നത്. അത് അണ്ടർലൈൻ ചെയ്തിടുന്നു കേട്ടോ. അക്രഡിറ്റേഷൻ ഈസ് യൂഷ്വലി വോളണ്ടറി. It has gained worldwide attention as an effective quality assessment and management tool. ഫലപ്രദമായിട്ടുള്ള ഒരു ഗുണനിലവാരം വിലയിരുത്തുന്നതിനും ഒരു മാനേജ്മെന്റ് ടൂൾ എന്ന നിലയിൽ ഇത് ലോകമെമ്പാടും ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഈ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു മാനേജ്മെന്റ് ടൂൾ എന്ന നിലയിലും ഒരു ഫലപ്രദമായ ഗുണനിലവാരം വിലയിരുത്തുന്നതിനും ഒരു ലോകമെമ്പാടും ഒരു ശ്രദ്ധ നേടിയിട്ടുണ്ട് ഈ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് നിങ്ങൾ പഠിക്കേണ്ടത് അക്രഡിറ്റേഷൻ നമ്മൾ എഴുതിയ ആ ഡെഫിനിഷൻ ഒന്ന് നോക്കി വെക്കുക. തന്നിട്ട് എന്താണ് ആ ഒരു പ്രോസസ്സ് ഏതാണെന്ന് ചോദിക്കാൻ വേണ്ടത് അക്രഡിറ്റേഷൻ ഉള്ളത് നോക്കാം. പിന്നെ അടുത്തത് അക്രഡിറ്റേഷൻ ഈസ് യൂഷ്വലി വോളണ്ടറി, അതും ഒന്ന് നോട്ട് ചെയ്തിട്ട്. ഇനി നമുക്ക് അടുത്ത് നോക്കുന്നത് ബെനിഫിറ്റ് ആണ്. അത് നോട്ട് ചെയ്യണേ. ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ 6 പോയിന്റ്സ് ആണ്. 6 പഠിക്കാനുണ്ട് നിങ്ങൾ. ബെനിഫിറ്റ്സ് ഇങ്ങനെ അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ബെനിഫിറ്റ്സ് എന്താ? ഇങ്ങനെ അംഗീകാരം നമ്മൾ പറഞ്ഞല്ലോ, ഹോസ്പിറ്റലിന് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് പല ഓർഗനൈസേഷനുകളോ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ക്രെഡിറ്റ് അല്ലെങ്കിൽ ഒരു അംഗീകാരം നൽകുന്ന പ്രോസസ്സാണ് അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കിട്ടി, അതിന്റെ ഗുണം എന്തൊക്കെയാ? ഇംപ്രൂവ് ദ പബ്ലിക് ട്രസ്റ്റ്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഇംപ്രൂവ് പബ്ലിക് ട്രസ്റ്റ്. പൊതുവിശ്വാസം മെച്ചപ്പെടുത്തുക, ഇംപ്രൂവ് ചെയ്യുക. പൊതുവിശ്വാസം. അപ്പൊ നമ്മളിപ്പോ ഒരു അക്രഡിറ്റ് ഇന്ത്യയിലെ 21 JCI അക്രഡിറ്റ് ഹോസ്പിറ്റൽസ് 21 ഉണ്ട്. JCI നമുക്ക് പഠിക്കാനുള്ള ഒരു അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ഇന്റർനാഷണൽ ലെവലില് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് JCI എന്ന് പറയുന്നത്. അത് അവിടെ താഴെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ഒരു അക്രഡിറ്റേഷൻ കൊടുത്തു അല്ലെങ്കിൽ കിട്ടി എന്ന് പറഞ്ഞ എന്താണ്? നമ്മുടെ പൊതുവിശ്വാസം, ആ ഹോസ്പിറ്റലിനോടുള്ള ഒരു പബ്ലിക് ട്രസ്റ്റ് മെച്ചപ്പെടുത്താൻ പറ്റും അല്ലെ? നമുക്ക് ഓക്കെയാണ്, അക്രഡിറ്റേഷൻ കിട്ടി, ക്വാളിറ്റി ഒക്കെ ഓക്കെയാണ് അല്ലെ? എല്ലാവരും ആ ഹോസ്പിറ്റലുകള് എന്താ ഓക്കെ ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമല്ല അക്രഡിറ്റേഷൻ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിനോടുള്ള ഒരു പബ്ലിക് ട്രസ്റ്റ് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ബെനിഫിറ്റ് ആട്ടോ അക്രഡിറ്റേഷന്റെ ബെനിഫിറ്റ്. ഇംപ്രൂവ് പബ്ലിക് ട്രസ്റ്റ്, പൊതുവിശ്വാസം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. മെച്ചപ്പെടുത്തുന്നു, ഇംപ്രൂവ് ചെയ്യുന്നു. Then provide a safe and efficient work environment. Provide a safe, സുരക്ഷിതമായിട്ടുള്ള ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുന്നു. Provide a safe and efficient work environment. ഒരു സേഫ് ആയിട്ടുള്ള ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷം എന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് ചെയ്യുന്നു. Then മൂന്നാമത്തെ നോക്കിയേ, നെഗോഷിയേറ്റ് വിത്ത് സോഴ്സ് ഓഫ് പേയ്മെന്റ്. പേയ്മെന്റ് സോഴ്സുമായിട്ട് ചർച്ച നടത്താൻ പറ്റുന്നു. പേയ്മെന്റ് സോഴ്സുമായിട്ടൊരു നെഗോഷിയേറ്റ് ചർച്ച നടത്താൻ പറ്റുന്നു. ലിസൺ ടു പേഷ്യന്റ് ആൻഡ് their families, respect their rights and involve them in the care process as a partners. പേഷ്യൻസിനെ ശ്രദ്ധിക്കുകയും അവരുടെ ഫാമിലിയുടെ അവകാശങ്ങൾ, പേഷ്യൻസിന്റെയും ഫാമിലിനെയൊക്കെ ശ്രദ്ധിച്ച് അവരുടെ അവകാശങ്ങള് മാനിക്കുകയും കെയർ പ്രോസസ്സില് പാർട്ട്ണറായിട്ട് അവരെ ഉൾപ്പെടുത്താനും പറ്റുന്നു. Listen to patient and their families, respect their rights
പേഷ്യൻസിന്റെ ഫാമിലിയുടെയൊക്കെ ശ്രദ്ധിക്കുന്നു, അവരുടെ അവകാശങ്ങളെയൊക്കെ മാനിക്കുകയും കെയർ പ്രോസസ് ആൻഡ് ഇൻവോൾവ് ദം ഇൻ ദ കെയർ പ്രോസസ് ആസ് എ പാർട്ട്ണറായിട്ട് ആ കെയർ പ്രോസസ്സിൽ അവരെ ഇൻവോൾവ് ചെയ്യുക, ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. Then generate a culture that is open to learning. എന്ന് വെച്ചാൽ ഒരു കൾച്ചർ, ഒരു തുറന്ന സംസ്കാരം സൃഷ്ടിക്കുക. That is open to learning. പഠിക്കാനായിട്ട് തുറന്ന ഒരു സംസ്കാരം സൃഷ്ടിക്കുക. Generate a culture that is open to learning. Then at the point okay, establish collaborative leadership and continuous leadership. സഹകരണ നേതൃത്വവും തുടർച്ചയായിട്ടുള്ള നേതൃത്വവും സ്ഥാപിക്കുക. Establish collaborative leadership and continuous leadership. സഹകരണ നേതൃത്വവും തുടർച്ചയായിട്ടുള്ള നേതൃത്വവും സ്ഥാപിക്കുക. Establish collaborative leadership and continuous leadership. ഒന്നുകൂടി പറയണോ? Fourth point. Listen to patients and their families, respect their right and involve them in the care process as partner. അതായത് പേഷ്യൻസിന്റെയും അഞ്ചാമത്തെയാണോ? ഓക്കെ. പേഷ്യൻസിന്റെയും ഫാമിലിയുടെയും ഒക്കെ ശ്രദ്ധിക്കുകയും അവരുടെ അവകാശങ്ങളെ മാനിക്കുകയും ആ ഒരു കെയർ പ്രോസസ്സിൽ അവരെ പാർട്ട്നേഴ്സ് ആക്കുകയും ചെയ്യുന്നു, അവരെ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളത്. ഇനി അടുത്ത് നോക്കി, അഞ്ചാമത്തെ പോയിന്റ്, ജനറേറ്റ് എ കൾച്ചർ. ഒരു തുറന്ന ഒരു സംസ്കാരം സൃഷ്ടിക്കുക എന്നുള്ളത്. ജനറേറ്റ് എ കൾച്ചർ ദാറ്റ് ഈസ് ഓപ്പൺ ടു ലേണിംഗ് എന്ന് പറഞ്ഞാൽ പഠിക്കാനായിട്ട് തുറന്ന ഒരു സംസ്കാരം സൃഷ്ടിക്കുക എന്നുള്ളത്. ഒരു കൾച്ചർ ജനറേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ജനറേറ്റ് എ കൾച്ചർ, ഒരു കൾച്ചർ ജനറേറ്റ് ചെയ്യുക. ഓക്കെ. ഇനി അടുത്തത് പറഞ്ഞേക്കുന്നത് എസ്റ്റാബ്ലിഷ് കൊളാബറേറ്റ് ലീഡർഷിപ്പ് ആൻഡ് കണ്ടിന്യൂസ് ലീഡർഷിപ്പ്. ഒരു സഹകരണ നേതൃത്വവും തുടർച്ചയായിട്ടുള്ള ഒരു നേതൃത്വവും സ്ഥാപിക്കുക. അടുത്ത മൂന്നാമത്തെ പോയിന്റ് ആണ്. മൂന്നാമത്തെ പോയിന്റിൽ എന്താ? നെഗോഷിയേറ്റ് വിത്ത് സോഴ്സ് ഓഫ് പേയ്മെന്റ്. പേയ്മെന്റ് സോഴ്സുമായിട്ട് ചർച്ച നടത്തുക എന്നുള്ളത്. ചർച്ച നടത്താൻ പറ്റുന്നു. പേയ്മെന്റ് സോഴ്സുമായിട്ട് നെഗോഷിയേറ്റ് എന്ന് വെച്ചാൽ ചർച്ച നടത്തുക. ചർച്ച നടത്താൻ പറ്റുന്നു. അക്രഡിറ്റേഷൻ കൊടുക്കണമെങ്കിൽ നമുക്ക് പേയ്മെന്റ് കിട്ടുന്ന ഒരു ഉറവിടം, ഒരു സോഴ്സുമായിട്ട് ചർച്ച നടത്താനൊക്കെ പറ്റുന്നു. ജസ്റ്റ് ആ പോയിന്റ്സുകളൊന്ന് നിങ്ങൾ നോട്ട് ചെയ്താൽ മതി കേട്ടോ. 6 പോയിന്റ്സ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചു വെക്കുക. ബെനിഫിറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്തതാണോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതാണോ എന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കുക. ഇനി അവിടുത്തത് JCI ആണ്, ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് JCIയുടെ എക്സ്പാൻഡഡ് ഫോം. നോട്ട് ചെയ്തിട്ട് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ, JCI, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ഇതെന്താണെന്ന് പറഞ്ഞത്? ഒരു ഇന്റർനാഷണൽ ലെവലില് ഒരു ഔദ്യോഗികമായി അംഗീകാരം കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് JCI എന്ന് പറയാം. ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ലെവലില് ഒരു അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. ഇത് എന്താ? മെഡിക്കൽ സേവനങ്ങൾക്ക് മെഡിക്കൽ സർവീസിന് കൊടുക്കുന്ന ഒരു അംഗീകാരമാണ് എന്നാണ് പറയുന്നത്. ഒരു ഇന്റർനാഷണൽ ലെവലില് ഒരു അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ, അതാണ് JCI, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ഇതെന്താ പറഞ്ഞേക്കണ്ടേ? അതിന്റെ ലക്ഷ്യം എന്താ? ഇങ്ങനെ അംഗീകാരം കൊടുക്കുക എന്നുള്ളതൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത്? അവിടുത്തെ ക്വാളിറ്റി സേഫ്റ്റി ഒക്കെ ഇംപ്രൂവ് ചെയ്യുക, അല്ലെ? ഇംപ്രൂവ് ദ ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി ഓഫ് കെയർ ഇൻ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി. ക്വാളിറ്റി അതുപോലെ തന്നെ കെയർ ആൻഡ് സേഫ്റ്റി, പേഷ്യൻസ് സേഫ്റ്റി ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നോക്കിയേ, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ, JCI. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഈ JCI അഡ്വൈസറി ലെവലിലുള്ള സർവീസുകൾ കൊടുക്കും, ഉപദേശക സർവീസുകൾ കൊടുക്കും. പിന്നെ പബ്ലിക്കേഷൻസ് ഉണ്ട്, പല എഡിക്ഷൻ, പല പബ്ലിക്കേഷൻ പ്രസിദ്ധീകരണങ്ങൾ ഉണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യും, എഡ്യൂക്കേഷൻ കൊടുക്കും.
പിന്നെയാണ് നമ്മൾ സർട്ടിഫിക്കറ്റ്സുകൾ കൊടുക്കും. ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ്സും JCI കൊടുക്കും. ഇതെല്ലാം JCI പ്രൊവൈഡ് ചെയ്യുന്ന പബ്ലിക്കേഷൻസ് ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, പിന്നെ അടുത്ത തന്നെ അഡ്വൈസറി സർവീസുകൾ, ഒരു ഉപദേശക സർവീസുകൾ കൊടുക്കും. പിന്നെ ഇന്റർനാഷണൽ ലെവലിൽ അക്രഡിറ്റേഷൻ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് JCI എന്ന് പറയുന്നത്. അത് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ നാബില് JCI പഠിച്ചായിരുന്നോ? JCI പഠിച്ചായിരുന്നോ? നാബിന്റെ ഇത് പഠിച്ചപ്പോ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. യെസ്, ഓക്കെ. നോ, ഒരാള് ഒരാള് നോ ഇട്ട് ഇതാണ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? അത് വരുന്നുണ്ടെന്നാ തോന്നുന്നത്. ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടാവും എന്തായാലും JCI എന്ന് പറയുന്നത്. അത് ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ഇന്റർനാഷണൽ ലെവലില് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് JCI. ക്ലിയർ ആയോ? ഈ കേൾക്കാത്തവര് കേട്ടോ? JCI എന്ന് പറഞ്ഞ ഒരു ഇന്റർനാഷണൽ ലെവലില് ഹോസ്പിറ്റലുകൾക്കൊക്കെ ഒരു അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ was established in the late 1990s to observe hospital outside the United States. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് പുറത്തുള്ള ഹോസ്പിറ്റലുകൾക്ക് ഒരു 1990കളിലാണ് കേട്ടോ. 1990s എന്ന് പറയുന്നത് 1990കളുടെ അവസാനത്തില് യുണൈറ്റഡ് സ്റ്റേറ്റിന് പുറത്തുള്ള ഹോസ്പിറ്റലിനെ നിരീക്ഷിക്കാൻ വേണ്ടി സ്ഥാപിതമായി JCI, which is also not for profit. പ്രോഫിറ്റിന് ലക്ഷ്യമാക്കിയിട്ടുള്ളതല്ല. Presently facilities in Asia, Europe, the Middle East and South America. This JCI, which is also not പ്രോഫിറ്റിനെ മാത്രം ലക്ഷ്യമാക്കിയിട്ടുള്ളതല്ല. പ്രസന്റ്ലി അക്രഡിറ്റഡ് ഫെസിലിറ്റീസ് ഇൻ ഏഷ്യ, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, സൗത്ത് അമേരിക്ക, ഇതിലുള്ള എല്ലായിടത്തെയും നിലവിലുള്ള ഫെസിലിറ്റികൾക്കൊക്കെ അംഗീകാരം കൊടുക്കുന്നു. Then a count of JCI accredited hospital worldwide shows 820 hospital. Underline ചെയ്തിട്ടത് ഫസ്റ്റത്തെ എക്സ്പാൻഡഡ് ഫോമും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. JCI accredited hospital എത്രയുണ്ട്? 820 ഹോസ്പിറ്റൽ ഉണ്ട് ഇൻ 47 ആൻഡ് എബോവ് കൺട്രീസ്. 47 അതിന് മുകളിലുള്ള രാജ്യങ്ങളിലും ഒക്കെ ആയിട്ട് 820 ഹോസ്പിറ്റലുകൾ JCI accredited ഹോസ്പിറ്റൽസ് ആണ്. അപ്പൊ നമ്പർ ഒന്ന് നോട്ട് ചെയ്യുന്നു കേട്ടോ. 820 ഹോസ്പിറ്റൽ ഇൻ 21 ഹോസ്പിറ്റൽസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എത്ര ഹോസ്പിറ്റൽ ഉണ്ട്? 21. രണ്ട് നമ്പറും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. മൊത്തത്തില് 820 ഹോസ്പിറ്റലുകൾ JCI അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ആണ്. അതില് ഇന്ത്യയില് 21 ഉണ്ട്. അപ്പോളോ ഹോസ്പിറ്റല്, ആസ്റ്റർ മെഡിസിറ്റി കൊച്ചി, പിന്നെ രാജഗിരി ഹോസ്പിറ്റല്, പിന്നെ അഹല്യ ഫൗണ്ടേഷൻ പാലക്കാട്, ഇതൊക്കെ JCI അക്രഡിറ്റഡ് ഹോസ്പിറ്റലുകളാണ് കേട്ടോ. അത് ഇന്ത്യയില് 21 ഉണ്ട്. നമ്പർ മാത്രം നോക്കിയാൽ മതി. എക്സാമ്പിൾ ഒന്നും ചോദിക്കൊന്നുമില്ല, നമ്പർ നോക്കുക. 820 ഹോസ്പിറ്റലുകളിൽ ഇന്ത്യയില് 21 ഹോസ്പിറ്റൽ ഉണ്ട്. JCI സ്റ്റാൻഡ്സ് ഫോർ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. JCI എന്ന് പറയുന്നത് എന്താ? സ്റ്റാൻഡ്സ് ഫോർ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ ആണ് JCI. It is a US based non for profit accreditation body. ഒരു US based ആയിട്ടുള്ള ഒരു നോൺ പ്രോഫിറ്റ് അക്രഡിറ്റേഷൻ ബോഡിയാണ്. പ്രോഫിറ്റിന് ലാഭം മാത്രം നോക്കുന്നതല്ല, നോൺ പ്രോഫിറ്റ് അക്രഡിറ്റേഷൻ ബോഡിയാണ്. ലാഭത്തിന് വേണ്ടി അല്ലാത്ത ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ്. which sets and address standards for the healthcare provider level of performance in the key functional area like the patient right, patient treatment and infection control. ഇത് പേഷ്യൻസിന്റെ അവകാശങ്ങൾ, റൈറ്റ്, പേഷ്യൻസിന്റെ അവകാശങ്ങള്, പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ്, ഇൻഫെക്ഷൻ കൺട്രോള്, പ്രധാന പ്രവർത്തന മേഖലയിലെ ഒരു ഹെൽത്ത് പ്രൊവൈഡേഴ്സിന്റെ സ്റ്റാൻഡേർഡ്, പ്രകടന നിലവാര മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാനായിട്ട് ഇത് ഈ നിശ്ചയിക്കുന്ന ഒരു US ബേസ്ഡ് പ്രോഫിറ്റ് അക്രഡിറ്റേഷൻ ബോഡിയാണെന്നുള്ളത്. അപ്പൊ ഇതെന്താ പറഞ്ഞേക്കുന്നത്? പേഷ്യന്റിന്റെ അവകാശങ്ങള്,
പേഷ്യന്റ് ട്രീറ്റ്മെന്റ്, ഇൻഫെക്ഷൻ കൺട്രോൾ തുടങ്ങിയ പ്രവർത്തന മേഖലകളിലുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെ പ്രകടന നിലവാരത്തിന് മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. JCI goal is to improve the quality of care in the international community. അണ്ടർലൈൻ ചെയ്തിട്ടേ ആ ഒരു സെന്റൻസ്. JCIയുടെ ലക്ഷ്യം എന്താ, ഗോൾ എന്താ? is to improve quality of care. ക്വാളിറ്റി ഓഫ് കെയർ ഇംപ്രൂവ് ചെയ്യുക. എവിടെയാ? ഇൻ ദ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി. ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയില് ക്വാളിറ്റി ഓഫ് കെയർ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് JCIയുടെ ഗോള്. അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ ആ സെന്റൻസ്. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഒരു ഇന്റർനാഷണൽ ലെവലില് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് JCI എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ലെവലില് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ. ഗോൾ എന്താണ്? ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ. ഹെൽത്ത് കെയറിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക. എങ്ങനെ? എവിടെ? ഇൻ ദ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ബൈ ഗിവിംഗ് വേൾഡ് വൈഡ് അക്രഡിറ്റേഷൻ സർവീസുകൾ. അതിന്റെ അക്രഡിറ്റേഷൻ സർവീസുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട്, ലോകമെമ്പാടുമുള്ള ഒരു അക്രഡിറ്റേഷൻ സർവീസുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ ഹെൽത്ത് കെയറിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് JCIയുടെ ഗോൾ എന്ന് പറയുന്നത്. നോക്കിയ ആ ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം. JCI stands would take us to improve patient care, safety and path of continuous quality improvement. JCI standards would take us to improve patient care. JCI മാനദണ്ഡങ്ങളെ ഞങ്ങളെ ഒരു മെച്ചപ്പെടുത്ത ഒരു ഇംപ്രൂവ്ഡ് പേഷ്യന്റ്, മെച്ചപ്പെട്ട ഒരു രോഗി പരിചരണത്തിലേക്കും സേഫ്റ്റി സുരക്ഷയിലേക്കും തുടർച്ചയായിട്ടുള്ള ഒരു ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിലേക്കും കൊണ്ടുപോകും. JCI സ്റ്റാൻഡേർഡ്സ് would take us to ഇതിലേക്കൊക്കെ കൊണ്ടുപോകും. പേഷ്യന്റ് കെയർ ഇംപ്രൂവ് ചെയ്യാന്നുള്ള ലക്ഷ്യത്തിലേക്ക്, സേഫ്റ്റി സുരക്ഷ, നമ്മൾ പേഷ്യൻസിന് സുരക്ഷ വേണമല്ലോ. ഇപ്പൊ നല്ലൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ പേഷ്യൻസ് നല്ല സേഫ്റ്റി ആണ്, അവരുടെ സേഫ്റ്റി ഇംപ്രൂവ് ചെയ്യാന്നാണ് അതിന്റെ മീനിങ്. പേഷ്യന്റ് കെയർ, സേഫ്റ്റി ആൻഡ് പാത്ത് ഓഫ് കണ്ടിന്യൂസ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. കണ്ടിന്യൂസ് ആയിട്ട് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു പ്രാവശ്യം അക്രഡിറ്റേഷൻ കിട്ടിയാലും നമ്മളത് ഓരോ 3 വർഷം JCIയുടെ ഓരോ 3 വർഷം കൂടുമ്പോൾ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കുന്നു. റീ അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. അതായത് 3 വർഷം കൂടുമ്പോഴും JCI അതിന്റെ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കുന്നു, അതിനനുസരിച്ച് അക്രഡിറ്റേഷൻ കൊടുക്കുന്നു. അപ്പൊ ആ ക്വാളിറ്റി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനും ഒക്കെ ഉള്ള ഒരു ഇത് കൊടുക്കുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. മെച്ചപ്പെട്ട ഒരു രോഗി പരിചരണത്തിലേക്ക്, ഹെൽത്ത് കെയറിലേക്കും സേഫ്റ്റിയിലേക്കും പാത്ത് ഓഫ് കണ്ടിന്യൂസ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, തുടർച്ചയായിട്ടുള്ള ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിനുള്ള ഒരു വഴിയിലേക്കും JCI കൊണ്ടുപോകും. This would strengthen patient and third party and ensure confidence and would provide a competitive edges. ഇത് എന്ത് ചെയ്യുന്നു? This would strengthen patient and third party insurance confidence. ഇത് നമ്മൾ JCI അക്രഡിറ്റേഷൻ കിട്ടുക എന്നുള്ളത് അത് തന്നെ പേഷ്യൻസിന്റെ സ്ട്രെങ്തൻ കൂട്ടുന്നു. സ്ട്രെങ്തൻ ദ പേഷ്യന്റ് ആൻഡ് ദ തേർഡ് പാർട്ടി ഇൻഷുറർ കോൺഫിഡൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു? ഇംപ്രൂവ് ചെയ്യുന്നു. ആൻഡ് വുഡ് പ്രൊവൈഡ് ആസ് എ കോമ്പറ്റേറ്റീവ് എഡ്ജസ്. ഒരു ഇത് പേഷ്യൻസിന്റെയും തേർഡ് പാർട്ടിയുടെയും ഇൻഷുറർമാരും ഒക്കെ തമ്മിലുള്ള ഒരു ആത്മവിശ്വാസം മെച്ചപ്പെടുത്തുകയും അവർക്കൊരു മത്സരാധിഷ്ഠിത നേട്ടം കൈവരിക്കാനും സഹായമാകുന്നു. The JCI accreditation is a gold standard for quality since it reflects the provision of highest level of patient care and patient safety. പറഞ്ഞത് തന്നെയാ പറഞ്ഞേക്കുന്നത്. JCI accreditation എന്ന് പറയുന്നത് എന്താണ്? is a gold standard for quality. ക്വാളിറ്റിക്ക് കൊടുക്കുന്ന ഒരു സുവർണ നിലവാരമാണ് JCI accreditation. അല്ലാതെ അണ്ടർലൈൻ ചെയ്തിട്ടേ, JCI accreditation is the gold standard for quality. ക്വാളിറ്റിക്ക് കൊടുക്കുന്ന ഒരു സുവർണ നിലവാരമാണ് JCI accreditation. Then for quality since it reflects the provision of highest level of patient care and patient safety. കാരണം ഇത്
എന്ത് പ്രതിഫലിപ്പിക്കുന്നു? ഏറ്റവും ഉയർന്ന തരത്തിലുള്ള ഒരു രോഗി പരിചരണം, രോഗി സുരക്ഷയും എന്ത് ചെയ്യുന്നു? അത് പ്രതിഫലിപ്പിക്കുന്നു. Then since it reflects the provision of highest level of patient care and patient family, patient safety, patient care, patient safety. ഇതിന്റെ ഏറ്റവും ഒരു ഉയർന്ന നിലവാരം പ്രതിഫലിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതെന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു JCI അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഗുണനിലവാരമുള്ള ഒരു സുവർണ നിലവാരമാണ്. ഇനി അവിടെ ആ പറഞ്ഞ പോയിന്റ്സുകൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്തിടണം കേട്ടോ. ഫസ്റ്റ് ഞാൻ പറഞ്ഞു അതിന്റെ എക്സ്പാൻഡഡ് ഫോം നോട്ട് ചെയ്തിടാൻ പറഞ്ഞു JCIയുടെ. പിന്നെ ഹോസ്പിറ്റലുകൾ 820 ഹോസ്പിറ്റൽസ് ആണ് മൊത്തം. 47 ആൻഡ് എബോ കൺട്രീസിൽ വെച്ച് നോക്കുമ്പോൾ 820 ഹോസ്പിറ്റൽ. അതില് ഇന്ത്യയില് 21 ഹോസ്പിറ്റൽ. JCIയുടെ എക്സ്പാൻഡഡ് ഫോമും പേജിൽ നോക്കുക. പിന്നെ അത് ഗോൾ നോക്കാം കേട്ടോ. Goal is to improve the quality of healthcare in the international community. Then, പിന്നെ നമ്മൾ ലാസ്റ്റ് പോയിന്റ് ആണ് പറഞ്ഞത്. എന്താണ്? JCI accreditation is the gold standard for quality. ക്വാളിറ്റിക്ക് കൊടുക്കുന്ന ഒരു സുവർണ നിലവാരമാണ് ഈ JCI accreditation എന്ന് പറയുന്നത്. ഇനി ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. JCI accreditation, JCI accredit 8 type of health programs. 8 തരത്തിലുള്ള ഹെൽത്ത് പ്രോഗ്രാമുകൾക്ക് JCI അംഗീകാരം കൊടുക്കുന്നു. ഏതൊക്കെയാണ്? എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ 8 തരത്തിലുള്ളതും അണ്ടർലൈൻ ചെയ്തിടാം. JCI accredit dash type of health program. എത്ര തരത്തിലുള്ള ഹെൽത്ത് പ്രോഗ്രാമിന് കൊടുക്കുന്നുണ്ട്? JCI 8 തരത്തിലുള്ള ഹെൽത്ത് പ്രോഗ്രാമുകൾക്ക് JCI അക്രഡിറ്റേഷൻ നൽകുന്നുണ്ട്. എത്ര തരത്തില്? 8 തരത്തിലുള്ള ഹെൽത്ത് പ്രോഗ്രാമുകൾക്ക് JCI അക്രഡിറ്റേഷൻ നൽകുന്നുണ്ട്. ഏതൊക്കെയാന്ന് നോക്കിയേ? ഹോസ്പിറ്റലുകൾക്ക് നൽകുന്നുണ്ട്. ഹോസ്പിറ്റലിന് അതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വെച്ചിട്ട് JCI അക്രഡിറ്റേഷൻ നൽകുന്നുണ്ട് ഹോസ്പിറ്റല്. ഇനി അടുത്ത് നോക്കിയ അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റല്. അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ. അതായത് നമ്മൾ അക്കാദമിക് മെഡിക്കൽ സെന്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മെഡിക്കൽ കെയറും പേഷ്യന്റ് കെയറിന്റെ ഒപ്പം തന്നെ ഇങ്ങനെയുള്ള അക്കാദമിക് മെഡിക്കൽ ആൻഡ് ഹ്യൂമൻ സബ്ജക്ട് ഇങ്ങനെയുള്ള റിസർച്ചുകൾ ഇങ്ങനെയുള്ളതൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ഇതാണ് അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലുകൾ. അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലുകൾ ഡീറ്റെയിൽ ഒന്നും നോക്കണ്ട നിങ്ങൾ. അതിന്റെ 8 തരത്തിലുള്ള ഹെൽത്ത് പ്രോഗ്രാംസുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക കേട്ടോ. നമ്പർ നോക്കണം. 8 പേരും പഠിച്ചു വെക്കുന്നുണ്ട്. ഹോസ്പിറ്റലിന് JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. ദെൻ മൂന്നാമത്തെ ആംബുലേറ്ററി കെയർ ഫെസിലിറ്റീസ്. അത് പഠിച്ചിട്ടുണ്ടോ? ആംബുലേറ്ററി കെയർ എന്താ? ആംബുലേറ്ററി കെയർ എന്ന് പറഞ്ഞ കെയർ ഔട്ട്സൈഡ് ദ hospital, like care, ambulatory care is a care provided by the healthcare professional in outpatient settings. പുറമെ outpatient settings care കൊടുക്കുന്നത്. ambulatory care facility ഈ JCI accreditation നൽകുന്നുണ്ട്. ക്ലിനിക്കൽ ലബോറട്ടറീസിന് കൊടുക്കുന്നുണ്ട്. ഹോം കെയർ ഫെസിലിറ്റീസിന് JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. ലോങ് ടേം കെയർ ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷന് കൊടുക്കുന്നുണ്ട്. പ്രൈമറി കെയർ സെന്റേഴ്സ് പ്രാഥമിക പരിചരണ കേന്ദ്രങ്ങൾ പ്രൈമറി കെയർ സെന്റേഴ്സിന് JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഹോസ്പിറ്റല്, അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റല്, ആംബുലേറ്ററി കെയർ ഫെസിലിറ്റി, ക്ലിനിക്കൽ ലബോറട്ടറി, home care facility, long-term care facility, medical transport organization, primary care center. Okay. ഇതിന്റെ ഡീറ്റെയിൽ ഒന്നും തരുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. അതിന്റെ കൂടുതലും എക്സ്ട്രാ നോട്ട്സുകളൊന്നും വേറെ അധികമായിട്ട് തരുന്നില്ല. ഇതിനകത്തുള്ളത് പഠിക്കുക. ഈ ഒരു സെക്ഷനിൽ 8 തരത്തിലുള്ള ഹെൽത്ത് പ്രോഗ്രാം ഏതൊക്കെയാണെന്നും വെച്ച് വെക്കാം. ക്ലിയർ ആയോ? അത് 8 തരത്തിലുള്ള ഹെൽത്ത് പ്രോഗ്രാമുകൾക്ക് JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. ഹോസ്പിറ്റലിന് പുറമെ പിന്നെ നമ്മൾ എഴുതുന്നുണ്ട്. അത് പേര് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അവിടെ ഏതെല്ലാം ഹെൽത്ത് പ്രോഗ്രാമിന് JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഇവിടെ അടുത്തത് വന്നേക്കുന്നത് JCIയുടെ
ഫിഫ്ത് എഡിഷൻ പറഞ്ഞില്ലേ, പബ്ലിക്കേഷൻസ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, പബ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്തെ ഫിഫ്ത് എഡിഷൻ, അഞ്ചാമത്തെ എഡിഷൻ, അത് JCA ഫിഫ്ത് എഡിഷൻ എഫക്റ്റീവ് ഫ്രം 1st April 2014, 2014 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. ഫിഫ്ത് എഡിഷൻ, JCA ഫിഫ്ത് എഡിഷൻ എഫക്റ്റീവ് ഫ്രം 1st April 2014, 2014 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. This consists of 4 sections. ഇതിൽ നമ്മൾ 4 സെക്ഷൻ ആയിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. This consists of 4 sections. ഇതാണ് 4 സെക്ഷൻ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3, സെക്ഷൻ 4. അത് അണ്ടർലൈൻ ചെയ്തിട്ടേ 4 സെക്ഷൻ ഉണ്ടെന്നുള്ളത് ചോദിക്കാറുണ്ട് കേട്ടോ. JCA ഫിഫ്ത് എഡിഷനിൽ 4 സെക്ഷൻ ഉണ്ട്. സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3, സെക്ഷൻ 4. പിന്നെ ഓരോ സെക്ഷനും ഏതാണെന്നുള്ളത് പഠിച്ചു വെക്കും കേട്ടോ. 4 സെക്ഷന് പഠിച്ചു വെക്കുക. ഫിഫ്ത് എഡിഷൻ 4 സെക്ഷൻ, 4 സെക്ഷൻ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നോക്കിയ ഒന്നാമത്തെ സെക്ഷനിൽ എന്താ വരുന്നത്? ഇൻക്ലൂഡ് അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സ്, APR. അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സ്, APR എന്ന് വെച്ചാല് നമ്മള് ഒരു അക്രഡിറ്റേഷൻ ഒക്കെ കിട്ടൂലേ, കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട കാര്യങ്ങൾ, അതാണ് ഒന്നാമത്തെ സെക്ഷനിൽ പറയുന്നത്. അക്രഡിറ്റേഷൻ കിട്ടുന്നതിന് വേണ്ടി ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട കാര്യങ്ങള്, അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സ്, അക്രഡിറ്റേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട കാര്യങ്ങള് കിട്ടിയ ഒന്നാമത്തെ. സെക്ഷൻ 1 എന്താണ്? അക്രഡിറ്റേഷൻ കിട്ടാനായിട്ട് ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട കാര്യങ്ങൾ, അതാണ് സെക്ഷൻ 1 പറഞ്ഞത്. ഇനി സെക്ഷൻ 2 നോക്കിയേ, പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്, രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്, പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളാണ് സെക്ഷൻ 2 വരുന്നത്. ഇനി സെക്ഷൻ 3 നോക്കിയേ, കൺസിസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്, കൺസിസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്. ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ് മാനദണ്ഡങ്ങള്, ഈ മാനേജ്മെന്റ് എങ്ങനെയാണ് അതിന്റെ മാനദണ്ഡങ്ങള് സെക്ഷൻ 3 വരും. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ് സെക്ഷൻ 3 വരും. ഇനി സെക്ഷൻ 4 നോക്കിയേ, 4 ഇൻക്ലൂഡ് അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്. ഇതാണ് അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലിന്റെ മാനദണ്ഡങ്ങളൊക്കെ ഇതിനകത്ത് വരും. 4th സെക്ഷനിൽ ഇൻക്ലൂഡ് അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ്. ഈ 4 സെക്ഷൻ തന്നിട്ട് അതിലെ ഒന്നാമത്തെ സെക്ഷനിൽ ഏതാ, രണ്ടാമത്തെ സെക്ഷൻ ഏതാന്ന് ചോദിച്ചാൽ ഐഡന്റിഫൈ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ ഓരോന്നും മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റത്തെ എന്താ? നമ്മൾ അക്രഡിറ്റേഷൻ കിട്ടാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന കാര്യങ്ങൾ ഒന്നാമത്തെ സെക്ഷനിൽ. രണ്ടാമത്തെ സെക്ഷനിൽ ഏതാ? പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് ആണ് വരുന്നത്, മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ് ആണ്. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് മാനദണ്ഡങ്ങളാണ് വരുന്നത്. Then 4th one include academic medical center hospital standards. Academic medical center hospital standards section 4. 4 സെക്ഷൻ ഉണ്ടെന്നും 4 സെക്ഷന്റെ ഹെഡിങ്ങും പഠിച്ചു വെക്കണം. ക്ലിയർ ആയോ? ടിക്കറ്റ് വെച്ചാൽ 4 അണ്ടർലൈൻ ചെയ്തിട്ട. ഇനി ഇതിന്റെ ഉള്ളിൽ വീണ്ടും ഓരോ സെക്ഷനെ നമ്മുടെ ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റില് പേരൊന്നും പറയുന്നില്ല. സെക്കൻഡ് സെക്ഷനിൽ തന്നെ നമ്മൾ പല ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് നമ്മുടെ 4 മൊഡ്യൂളിന് ഒരു ഹെഡിങ് ഇല്ലേ അവിടെ, 4 മൊഡ്യൂള്, അതിൽ വീണ്ടും കുറെ ചാപ്റ്റേഴ്സ് ഇല്ലേ? അതുപോലെ തന്നെ സെക്ഷൻ 2 എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് ആണെന്ന് പറഞ്ഞു. അതിലും തന്നെ കുറെ ചാപ്റ്റേഴ്സ് ഉണ്ട് അവിടെ. IPS അതിനകത്ത് നിങ്ങൾ ഇത് ഫുള്ള് കാണാതെ പഠിക്കണ്ട. അതിനകത്തുനിന്ന് ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ മിക്കവാറും സെക്ഷൻ ആയിരിക്കും ചോദിക്കുന്നത്. സെക്ഷനാണ് കൂടുതൽ ചോദിക്കാറ്. ഇനി താഴെ ഉള്ളതിന്റെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇപ്പൊ മോക്ക് ടെസ്റ്റിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, മെയിൻ എക്സാമിന്റെ കാര്യമാണ്. അപ്പൊ അതിനകത്തൊക്കെ നിങ്ങളുടെ മെയിൻ എക്സാമിന് ഇതിനകത്ത് സെക്ഷൻ 2 വന്ന ഏതാ അത് അങ്ങനെ ഒന്നും ചോദിച്ചു കണ്ടിട്ടില്ല. അപ്പൊ അതിനകത്ത് വരാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു അതിന്റെ എക്സ്പാൻഡഡ് ഫോം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഫസ്റ്റത്തെ തന്നിട്ടില്ല, അതൊന്ന് നിങ്ങൾ ബുക്കിലേക്ക് ഒന്ന് എഴുതി വെച്ചോ.
IPSG എന്ന് പറയുന്നത്. IPSG ഇന്റർനാഷണൽ patient safety goals. Safety goal, GOALS, International Patient Safety Goals. International Patient Safety Goals. IPSG. അതിന്റെ ഏതെങ്കിലും എക്സ്പാൻഡഡ് ഫോം ആയിട്ട് ചോദിക്കാം കേട്ടോ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് MMU ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് എക്സ്പാൻഡഡ് ഫോം ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക ഏതാണെന്നുള്ളത്. A6 ഇതെല്ലാം പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡിൽ വരുന്ന കേട്ടോ. അസസ് ടു കെയർ ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. അസസ് ടു കെയർ ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ ഇതാണ് ACC എന്ന് പറയുന്നത്. Then patient and family right. PFR, patient and family right. Patient ഫാമിലിയുടെ അവകാശങ്ങൾ. Patient and family right. AOP, assessment of patient. Assessment of patient. AOP, assessment of patient. COP, care of patient. That is ambulatory care of patient. COP, care of patient. Then ASC എന്ന് പറഞ്ഞ anesthesia and surgical care. Anesthesia and surgical care. MMU, medication management and use. Medication management and use. Then PFE, patient and family education. ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. PFE എന്താണെന്നുള്ളത് എക്സ്പാൻഡ് ഇത് പറഞ്ഞായിരുന്നു ക്വസ്റ്റ്യൻ. Patient and family education. അതിന്റെ നിങ്ങൾ വൺ വേർഡ്സ് ഈ എക്സ്പാൻഡഡ് ഫോം ആയിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കാം. സെക്ഷൻ 2ന്റെ ഫീൽഡ് വരുന്നത്. ഇനി അടുത്ത സെക്ഷൻ 3ല് നമ്മൾ പറഞ്ഞു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ് ആണെന്ന് പറഞ്ഞു. അതും ഇതുപോലെ ഒന്ന് നോക്കി വെക്കാം. ജസ്റ്റ് ഞാനൊന്ന് വായിക്കുന്നേ ഉള്ളൂ. QPS, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. Quality improvement, patient safety and patient safety. PCI എന്ന് പറഞ്ഞ prevention and control of infection. Infection prevent ചെയ്യുക, control ചെയ്യുക എന്നുള്ളതായിട്ട് ബന്ധപ്പെടുന്നത്. PCI, prevention and control infection. GLD, governance, leadership and direction. Governance, leadership, direction. Governance, leadership and direction for hospitals and academic medical institution. Then next okay, FMS, facility management and safety. Facility management is okay. Management safety. Then at the SQE, staff qualification and education. Staff qualification and education. Then 6, management of information. MOI, management of information. Other section 3 വരുന്നത്. Okay. അത് എക്സ്പാൻഡഡ് ഫോം എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി പഠിച്ചു വെക്കാം. ഇനി അത് വായിക്കണ്ടല്ലോ. ജസ്റ്റ് നിങ്ങൾ വായിച്ചാലും ഞാൻ വായിച്ചാലും ഒക്കെ ശരി തന്നെയാണ്. വേറെ സമയം കളയണ്ടല്ലോ. അതിന്റെ എക്സ്പാൻഡഡ് ഫോം ആയിട്ട് വരികയാണെങ്കിൽ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കാം. ഓക്കെ. സെക്ഷൻ 3 വരുന്നത്. 4 സെക്ഷന്റെ പേര് നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ. 4 സെക്ഷന് നിർബന്ധമായിട്ട് പഠിക്കണം. ഇനി നോക്കിയേ സെക്ഷൻ 4 ഏതാണ്? അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡുകളാണ് വരുന്നത്. അതായത് മെഡിക്കൽ പ്രൊഫഷൻ എഡ്യൂക്കേഷൻ, MPE, മെഡിക്കൽ പ്രൊഫഷൻ എഡ്യൂക്കേഷൻ. Then Human Subject Research Program, HRP, Human Subjects Research Programs, HRP. അങ്ങനെ 4 സെക്ഷനാ പറഞ്ഞ കേട്ടോ. 5th എഡിഷനിലെ 4 സെക്ഷനും അതിന്റെ കീഴിൽ വരുന്ന പല ചാപ്റ്റേഴ്സും ആണ്. ഇതിന് ഓരോന്നിനും ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ചാപ്റ്റേഴ്സും ആണ് ഈ പറഞ്ഞത്. അപ്പൊ അത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അതിലവിടെ നമ്മുടെ എക്സ്പാൻഡഡ് ഫോം എന്തെങ്കിലും ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ പഠിക്കാം. ഇനി അടുത്തത്
ജസ്റ്റ് ഒരു ഇത് കൂടി നമുക്ക് നോക്കാം. JCIയുടെ 5th എഡിഷൻ ഇത് 2 പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ, അതൊന്ന് വെട്ടിക്കളഞ്ഞേരെ. 5th എഡിഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ് കണ്ടെയ്ൻ. JCIയുടെ 5th എഡിഷൻ എല്ലാം ഏതൊക്കെയാ വരുന്നതെന്ന്. അതില് 285 സ്റ്റാൻഡേർഡുകൾ വരുന്നുണ്ട്. 285 285 സ്റ്റാൻഡേർഡ്സ്, 285 മാനദണ്ഡങ്ങൾ, 285 സ്റ്റാൻഡേർഡ്സും 1160 മെഷറബിൾ എലമെന്റ്സ്. മെഷറബിൾ അളക്കാൻ പറ്റുന്നത്, മെഷറബിൾ എലമെന്റ്സ് അളക്കാവുന്ന ഘടകങ്ങൾ, മെഷറബിൾ എലമെന്റ്സ്. ഓക്കെ, അത്രയും നിങ്ങളൊന്ന് നോക്കി വെക്കുക. 285 സ്റ്റാൻഡേർഡുകളും 1160 മെഷറബിൾ എലമെന്റ്സ്. ഇനി ഇത് നോക്കിയേ, റിവിഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ്. ഈ ഓരോ മാനദണ്ഡങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, അതില് നമ്മൾ ഈ ഓരോ മാനദണ്ഡങ്ങളും നമ്മൾ റീ എക്സാമിൻ ചെയ്യും, പുനഃപരിശോധന നടത്തും. എപ്പോഴാ? ഓരോ 3 വർഷം കൂടുമ്പോഴും. ഓരോ 3 വർഷം കൂടുമ്പോഴും ഈ JCI ഈ മാനദണ്ഡങ്ങള് എന്ത് ചെയ്യുന്നു? റീ എക്സാമിൻ ചെയ്യുന്നു, എന്നിട്ട് അത് പബ്ലിഷ് ചെയ്യും. ഇപ്പൊ ഒരു പ്രാവശ്യം പറഞ്ഞാല് 2-3 വർഷമായിട്ട് നമ്മൾ ഒരു പറഞ്ഞത് ആയിരിക്കില്ല ചിലപ്പോ അടുത്ത ഒരു ഇതിലേക്ക് വരുന്നത്. അപ്പൊ ഓരോ ഇതും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിന് അനുസരിച്ച് ആ സ്റ്റാൻഡേർഡ്സിന് വ്യത്യാസങ്ങൾ വരാം. അതാ പറഞ്ഞേക്കുന്നത്. The standards will be re-examined and published at least every 3 years. ഓരോ 3 വർഷം കൂടുമ്പോഴും JCI സ്റ്റാൻഡേർഡുകൾ റീ എക്സാമിൻ ചെയ്യുന്നു, എന്നിട്ട് അത് പബ്ലിഷ് ചെയ്യുന്നു. ഓരോ മാനദണ്ഡങ്ങളെ പുനഃപരിശോധിക്കുകയും 3 വർഷത്തിൽ ഒരിക്കലെങ്കിലും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ പഠിച്ചത് ഇത് പെട്ടെന്ന് ഞാൻ നോട്ട് ചെയ്യാനുള്ളത് ഒന്നുകൂടി വേഗം പറഞ്ഞു തരാം. ഇത്രയും മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നമ്മള് ഏതാണ് ഇതിനകത്ത് നമ്മള് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതില് ആർക്കൊക്കെ പങ്കുണ്ട്, ആ 3 ഞാൻ പറഞ്ഞു, നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞായിരുന്നു. പേഷ്യന്റ്, ക്ലയന്റ്, ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡർ, ഹെൽത്ത് കെയർ മാനേജറിന് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള പങ്ക്. പിന്നെ അക്രഡിറ്റേഷൻ എന്താന്ന് പറഞ്ഞു, ഞാനൊരു ഡെഫിനിഷൻ തന്നിരുന്നു, അതൊന്ന് നോക്കി വെക്കുക. അത് പിന്നെ അതിനകത്ത് നമ്മൾ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് വോളണ്ടറി എന്ന് പറഞ്ഞു, സ്വമേധയാ ഉള്ളതാണ്. അതിന്റെ പ്രേരണ കൊടുത്തോ കുറച്ച് കാശ് കൊടുത്ത് റെക്കമെൻഡേഷൻ കിട്ടുന്ന ഒരു കാര്യമല്ല അത്. അത് കറക്റ്റ് ആയിട്ടുള്ള മാനദണ്ഡങ്ങൾ ഹോസ്പിറ്റൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ആ ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കൊടുക്കും. അതാണ് വോളണ്ടറി എന്നുള്ളത് പറഞ്ഞു. പിന്നെ ബെനിഫിറ്റ്സ് നോട്ട് ചെയ്തിടുക കേട്ടോ. ബെനിഫിറ്റ്സ് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട്. ആർപോർട്സ് അത് നോക്കണം. പിന്നെ നമ്മൾ JCI പറഞ്ഞത് എക്സ്പാൻഡഡ് ഫോം പറഞ്ഞു. JCIയുടെ ഇതിനകത്ത് 820 ഹോസ്പിറ്റലുകളും JCI അക്രഡിറ്റഡ് ഹോസ്പിറ്റൽസ് ഉണ്ടെന്ന് പറഞ്ഞു. 47 ആൻഡ് എബോവ് കൺട്രീസിൽ വെച്ച് നോക്കുമ്പോൾ അതിൽ 21 ഹോസ്പിറ്റലിൽ ഇന്ത്യയിൽ ഉണ്ടെന്ന് പറഞ്ഞു. എക്സ്പാൻഡഡ് ഫോം പറഞ്ഞു. പിന്നെ ഏതാണ് JCIയുടെ ഗോൾസ് എന്താണ് പറഞ്ഞത്? ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ ഇൻ ദ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി. ഒരു ഇന്റർനാഷണൽ തലത്തില് ഒരു ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക. എന്താണ്? ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ ഇൻ ദ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ആണ് JCIയുടെ ഗോള്. പിന്നെ നമ്മളെ ലാസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ പറഞ്ഞായിരുന്നു, അക്രഡിറ്റേഷൻ ഈസ് ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോർ ക്വാളിറ്റി. JCI അക്രഡിറ്റേഷൻ 8 അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 8 തരത്തിലുള്ള ഹെൽത്ത് പ്രോഗ്രാമുകൾക്ക് JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. 8 ടൈപ്പ് ഓഫ് ഹെൽത്ത് പ്രോഗ്രാം ഏതൊക്കെയാണെന്ന പേരും പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ JCIയുടെ 5th എഡിഷൻ ആണ്. 5th എഡിഷൻ 2014 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. അതില് 5th എഡിഷന് 4 സെക്ഷൻ ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. 4 സെക്ഷൻ ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെക്കണം കേട്ടോ. 4 സെക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെയാണ്? സെക്ഷൻ 1 സെക്ഷൻ 2 3 4 വരുന്ന ഏതാണെന്ന് മനസ്സിലാക്കി വെക്കും. അതിന്റെ ഓരോ സെക്ഷനിലും താഴെ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ എക്സ്പാൻഡഡ് ഫോംസ് പറഞ്ഞത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞു. ലാസ്റ്റ് എന്താ പറഞ്ഞ? JCI ഓരോ 3 വർഷം കൂടുമ്പോഴും ഈ മാനദണ്ഡങ്ങള് പുനഃപരിശോധിക്കുകയും അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നു. 3 വർഷം കൂടുമ്പോൾ സ്റ്റാൻഡേർഡുകൾ എന്ത് ചെയ്യുന്നു? റീ എക്സാമിൻ ചെയ്യുന്നു, അത് പബ്ലിഷ് ചെയ്യുന്നു. ഓക്കെ, 3 വർഷത്തിൽ ഒരിക്കലെങ്കിലും റീ എക്സാമിൻ ചെയ്ത് അത് പബ്ലിഷ് ചെയ്യുന്നു എന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ നോക്കി വെച്ചേക്കാം കേട്ടോ. ഓക്കെ.
ഇന്ന് ഇത്രയും മതി. ബാക്കിയത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ബൈ. Okay, thank you.